പട്ടാമ്പി നഗരസഭയുടെ മുൻ ചെയർമാനും മുൻ പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് KSBA തങ്ങളുടെ 3ാം ചരമവാർഷികമാണ് ഇന്ന്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ബഹുമാനായ KSBA തങ്ങൾ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന സമയത്താണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചത്. പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിലുള്ള വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് അന്ന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പദ്ധതി ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്തും ഏകദേശം 85 വീടുകൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പല വീടുകളും പണി പൂർത്തീകരിച്ച് ഓക്യുപ്പൻസി ലഭിക്കാത്ത വീടുകളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം ഏകദേശം 25 ആളുകൾക്ക് ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ തന്നെയും അവസാനത്തെ ഗഡു നൽകുന്നതിന് വേണ്ടി ഉത്തരവ് നൽകിയിട്ടുണ്ട്. ബാക്കി 60 കുടുംബങ്ങൾ വളരെ നിസ്സാരമായ ചില കാരണങ്ങളാൽ ബാത്റൂം ഇല്ലാത്തത് കൊണ്ട്, ഡോറുകളില്ലാത്തത് കൊണ്ട്, ടൈലില്ലാത്തത് കൊണ്ടൊക്കെ പണി പൂർത്തീകരിക്കാതെ, ഓക്യുപ്പൻസി ലഭിക്കാതെ, അവസാന ഗഡു ലഭിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ബഹുമാനായ KSBA തങ്ങളുടെ പേരിൽ KSBA തങ്ങൾ ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റി 8-ാം തീയതി ആരംഭിക്കുകയാണ്. ബഹുമാനായ രമേശ് ചെന്നിത്തല പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനം. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ 10 വീടുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ബാത്റൂം, അതുപോലെ തന്നെ ഡോറുകളൊക്കെ തന്നെ വിതരണം ചെയ്തുകൊണ്ട് ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി, വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും സാധന സാമഗ്രികളുടെ വിതരണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് അന്ന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ വീടുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളുമായി ഈ KSBA ഫൗണ്ടേഷൻ മുന്നോട്ട് പോകുമെന്ന് അവരുടെ കുടുംബവും അതുപോലെ തന്നെ പാർട്ടിയും ഈ അവസരത്തിൽ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്വർണം ഒരു അമൂല്യനിധിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.